ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പത്രമാറ്റിന്റെ വരാൻ പോകുന്ന നല്ല കിടിലൻ ഭാഗങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. നമ്മുടെ നന്ദു അബിയെ അറസ്റ്റ് ചെയ്യുന്ന തീപ്പൊരി രംഗങ്ങളൊക്കെ നമ്മൾ പ്രൊമോയിൽ കണ്ടു. അങ്ങനെ നന്ദു തന്നെ തെറ്റ് ചെയ്ത അബിയെ നിയമത്തിന്റെ മുൻപിൽ നിർത്തി സ്വന്തം കൈകളാൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ആ ഒരു ട്വിസ്റ്റ് നിറഞ്ഞ നിമിഷങ്ങളാണ് ഇത്തവണ നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നന്ദു നൽകിയ കടുത്ത ശിക്ഷയിൽ അബിയുടെ ജീവിതം തകരുകയാണ്. നവ്യാണെങ്കിലും ഇതുവരെ അബിയെ വിശ്വസിച്ച് സത്യം പറഞ്ഞവരെ എല്ലാം കുറ്റപ്പെടുത്തിയതോർത്ത് പശ്ചാത്തപിക്കുകയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുന്ന നന്ദുവിനോട് വീട്ടുകാർ ജാനകിയെക്കുറിച്ച് തിരക്കുന്നുണ്ടായിരുന്നു. ജാനകിയമ്മയ്ക്ക് മാറ്റമുണ്ടെന്നും അനാമികയെ വിശ്വസിച്ചതിലുള്ള കുറ്റബോധവും അവർക്കുണ്ടെന്നും തന്നോട് സൗഹൃദത്തോടെയാണ് ജാനകി സംസാരിച്ചതെന്നെല്ലാം നന്ദു അവരോട് പറഞ്ഞു. എന്നാൽ അവർക്ക് മാറ്റം വന്നാലും തങ്ങൾക്ക് മാറ്റമില്ലെന്നും അനിയെ വിവാഹം കഴിക്കാൻ നീ സ്വപ്നം കാണുന്നെന്നും പറഞ്ഞ് കനക നന്ദുവിനെ എതിർക്കുകയാണ്. നന്ദു ആണെങ്കിൽ പിന്നെ ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ശേഷം നന്ദു അബിക്കെതിരെയുള്ള തെളിവുകളൊക്കെ ശേഖരിക്കാൻ തുടങ്ങുകയാണ്. അവന്റെ കോൾ റെക്കോർഡ്സും ഡീറ്റെയിൽസും എല്ലാം നന്ദു പരിശോധിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തുകാരും സ്വർണ്ണപ്പടിക്കാരും എല്ലാവരുടെയും മൊഴികൾ അബിയാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് തെളിയിച്ചു. മാത്രമല്ല ഇതിനു പുറമെ അനഘയെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ CCTV ഫൂട്ടേജും ഓമനയുടെ സഹായത്തോടെ നന്ദു സ്വന്തമാക്കി. ഈ തെളിവുകളെല്ലാം ഒരു ഫയലിലാക്കി അവൾ ആദർശിനെ വിളിച്ച് വിവരം അറിയിക്കുകയാണ്. അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെ ആദർശ് നന്ദുവിനോട് ആവശ്യപ്പെടുന്നു. മുത്തശ്ശിയെ വിവരം അറിയിച്ച ശേഷം ഉടൻ തന്നെ അബിയെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തോടെ നന്ദു നീങ്ങി. പിന്നെ ഒട്ടും താമസിച്ചില്ല, അനന്തപുരിയിലേക്ക് വെച്ച് പിടിക്കുകയാണ് നന്ദു തന്റെ പോലീസ് ടീമുമായിട്ട്. ചെന്നിട്ട് എല്ലാവരും കേൾക്കെ തന്നെ തുറന്നു പറയുകയാണ് അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന സ്വർണ്ണക്കടത്തിന്റെ സൂത്രധാരനെ പിടികൂടിയെന്ന്. അതാരാണെന്ന മുത്തശ്ശന്റെ ചോദ്യത്തിന് നന്ദുവിന്റെ മറുപടി എല്ലാവരെയും ഞെട്ടിക്കുകയാണ്. അത് മറ്റാരുമല്ല മുത്തശ്ശ, ഇവിടുത്തെ അബി തന്നെയാണ്. അബിയോന്ന് മുത്തശ്ശൻ ചേട്ടലോട് ചോദിച്ചപ്പോ അതെ മുത്തശ്ശ, അബി തന്നെ. നമ്മൾക്ക് കുറെ കാലമായി സ്വർണം നൽകിയിരുന്ന വിതരണക്കാരിൽ നിന്ന് മോഷ്ടിച്ച സ്വർണമാണ് അവൻ വാങ്ങിയത്. ആ മോഷണ സ്വർണം നമ്മുടെ കമ്പനിയിലെ വിശ്വസ്തനായ ആ സ്വർണ്ണപ്പണിക്കാരനെ ഏൽപ്പിച്ച് ഉരുക്കിയെടുത്ത് പുതിയ അനന്തപുരി ബ്രാൻഡിലുള്ള സ്വർണമായി മാറ്റി വിൽക്കുകയായിരുന്നു. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് മോൾക്ക് അതിന് തെളിവുകൾ ലഭിച്ചോന്ന്. ലഭിച്ചു. പ്രധാനമായി 2 പേർ മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ റെക്കോർഡിങ്സ് എല്ലാം എന്റെ പക്കലുണ്ട്. അതുകൂടാതെ അനഘയുടെ വീട്ടിൽ കയറി അവളെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ CCTV ദൃശ്യങ്ങളും എന്റെ പക്കലുണ്ട്. അതുകൊണ്ട് മുത്തശ്ശ, ഇനി അവനെ പുറത്തിറക്കി വിടുന്നത് ശരിയല്ല. ചന്തമോളുടെയും അനഘയുടെയും ജീവന് അവൻ ആപത്താണ്. മാത്രമല്ല എന്റെ ചേച്ചിയുടെയും കുഞ്ഞിന്റെയും ജീവനും ഭാവിക്കും അവൻ ഭീഷണിയാണ്. അതുകൊണ്ട് ഞാൻ അവനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് കേൾക്കുന്നത് മുത്തശ്ശൻ ധൈര്യമായിട്ട് തന്നെ അറസ്റ്റ് ചെയ്തോളാൻ പെർമിഷൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ നന്ദുവിന്. ബാക്കിയുള്ളവരെല്ലാവരും അന്തം വിട്ട് വാ പൊളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ മുത്തശ്ശന്റെ അനുമതിയോടെ തന്നെ നന്ദു അറസ്റ്റിന് ഒരുങ്ങി. എന്നാൽ ഇതൊന്നും കേട്ട് വിശ്വസിക്കാനാവാത്ത നവ്യ നന്ദുവിനോട് തട്ടുകയായിരുന്നു. അബി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും നന്ദു ആരോ പറഞ്ഞു കൊടുത്തത് വിശ്വസിക്കുകയാണെന്നും നവ്യ വാദിക്കുകയാണ്. അപ്പൊ നന്ദു പറയുന്നുണ്ട്, ഞാൻ മറ്റൊരാൾ പറഞ്ഞത് കേട്ട് തീരുമാനം എടുക്കുന്ന ആളല്ല ചേച്ചി. ഞാൻ കൃത്യമായി പഠിച്ച് തെളിവുകൾ ശേഖരിച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതും പറഞ്ഞ അബിയുടെ കോളറിൽ പിടിച്ച് നമ്മുടെ നന്ദു ജീപ്പിലേക്ക് കയറ്റാൻ നോക്കുകയാണ് അവനെ. അപ്പോഴേക്കും ജലജിയൊക്കെ ആണെങ്കിലും നന്ദുവിനെ കുറിച്ച് മോശമായി സംസാരിക്കുകയാണ്. മനഃപൂർവ്വം എന്റെ മകനെ കൊടുക്കാൻ നോക്കുകയാണെന്നൊക്കെ പറയുകയാണ്. നന്ദു ജലജയ്ക്ക് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. ഞാനൊരു SI ആണ്. ആ ബഹുമാനം തന്നില്ലെങ്കിൽ നിങ്ങളെയും ഞാൻ അറസ്റ്റ് ചെയ്യും. നിങ്ങളുടെ മകന്റെ തെറ്റുകൾക്ക് കൂട്ടുനിന്ന് നിങ്ങളെയാണ് ആദ്യം ശരിക്കും അറസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ തൽക്കാലം ഇപ്പോൾ നിങ്ങളുടെ മകനെതിരെയുള്ള തെളിവുകളാണ് എന്റെ മുൻഗണന. മുത്തശ്ശനാണെങ്കിലും നവ്യയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മോളെ, നന്ദു നിന്റെ അനിയത്തിയല്ലേ? സത്യസന്ധമായി മാത്രം ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് നന്ദു. നിന്റെ ഭർത്താവ് ചെയ്ത തെറ്റിന് തന്നെയാണ് അവൾ അവനെ അറസ്റ്റ് ചെയ്യുന്നത്. എല്ലാ തെളിവുകളും അവളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അവൾക്ക് അവളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. നീ തടസ്സം നിൽക്കരുതെന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദു അബിയെ ബലം പ്രയോഗിച്ച് ജീപ്പിലേക്ക് കയറ്റി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. എന്നാൽ നവ്യയ്ക്ക് ഈ കാഴ്ച സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തായിരുന്നു. നവ്യ അലമുറയിട്ട് നന്ദുവിന്റെ പിന്നാലെ ഓടി ചെല്ലുകയാണ്. മോളെ, ദയവ് ചെയ്ത് നീ ഇത് ചെയ്യരുത്. അവൻ നിന്റെ ഏട്ടനാണ്, എന്റെ ജീവിതമാണ്. ചേച്ചി ഓർത്തെങ്കിലും നീ ഇത് ചെയ്യരുത്. ഇങ്ങനെയും പറഞ്ഞ് നവ്യ കേഴുകയാണ് നന്ദുവിന്റെ മുന്നിൽ. പക്ഷെ നന്ദു കടുപ്പത്തിൽ തന്നെ തിരിച്ചു പറയുന്നുണ്ട്, നിയമത്തിന്റെ മുമ്പിൽ എനിക്ക് ചേച്ചിയെന്നോ അനിയത്തിയോ അമ്മയെന്നോ അച്ഛനെന്നോ ആരുമില്ല. ആര് തെറ്റ് ചെയ്താലും ഞാൻ അവരെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ അബിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് നന്ദു. നവ്യയാണെങ്കിലോ അബിയെ ഓർത്ത് നിസ്സഹായിയായി അവിടെ നിന്ന് കരയുകയും ചെയ്യുന്നു. വീട്ടിലുള്ളവര് നവ്യയെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. നിന്റെ ഭർത്താവ് കളഞ്ഞു കുളിച്ചത് മൂർത്തീസ് ജ്വല്ലറിയുടെ വർഷങ്ങളുടെ പാരമ്പര്യവും വിശ്വാസ്യതയും ഒക്കെയാണ്. അവൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യും. നിന്നെ സ്നേഹിക്കുന്നത് പോലും കളവാണ് നവ്യ. അവന് വേണ്ടി നീ ഇനി കണ്ണീര് പൊഴിക്കരുത്. എന്നാൽ നവ്യക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇത് കാണുന്ന മുത്തശ്ശൻ നവ്യയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കാനൊക്കെ പറയും. എന്നാൽ നവ്യ രണ്ടും കൽപ്പിച്ചാണ്. നിങ്ങൾക്കൊക്കെ അവനെ ജയിലിലടക്കാനല്ലേ പറ്റുള്ളൂ, ഞാൻ തന്നെ എന്റെ ഭർത്താവിനെയും ജാമ്യത്തിലിറക്കും എന്ന് വാശിയോടെ പറയുകയാണ് നവ്യ. അങ്ങനെ പോലീസ് സ്റ്റേഷനിലെ സെല്ലിട്ട് നന്ദു അബിയെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചതിനും
അലക്കിയെ ഉപദ്രവിച്ചതിനും മറ്റു കുറ്റങ്ങൾക്കുള്ള ദേഷ്യമെല്ലാം അവൾ അഭിയുടെ ദേഹത്ത് തീർക്കുകയാണ്. അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് നവ്യ അവിടേക്കൊപ്പം ഓടിയെത്തുന്നു. നന്ദു അഭി ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് നവ്യ കാണുന്നുണ്ട്. നവ്യ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നന്ദു നീ ഇത് എന്താ കാണിക്കുന്നത്? ഇത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്നെങ്കിലും നീ ഓർക്കണ്ടേ? എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ? നന്ദു അതൊന്നും കാര്യമാക്കുന്നില്ല. ഇതൊക്കെ പോലീസ് മുറയാണെന്ന് പറഞ്ഞ് സെല്ലിന്റെ വാതിലടച്ച് പുറത്തേക്ക് വരികയാണ്. ശേഷം അഭിയുടെ അടുത്തേക്ക് ഓടിയെത്തിയ നവ്യ, നീ വിഷമിക്കേണ്ടെന്നും എത്രയും പെട്ടെന്ന് ഞാൻ നിന്നെ ജാമ്യത്തിൽ ഇറക്കുമെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അഭിയെ. അപ്പൊ അഭി പറയുന്നുണ്ട്, നവ്യെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതെല്ലാം ആദർശേട്ടനെ നന്നാക്കാനായി വീട്ടുകാർ കാണിക്കുന്ന നാടകമാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ എനിക്ക് പങ്കില്ല. ആദർശേട്ടനാണ് ശരിക്കും അത് ചെയ്തത്. എന്നെ കൊടുക്കാൻ വേണ്ടി തെളിവുകളെല്ലാം എനിക്കെതിരെ ആക്കിയതാണ് അവര്. ഇങ്ങനെയും പറഞ്ഞ് മുതലക്കണ്ണീരെല്ലാം ഒഴുക്കി നവ്യയുടെ വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് അഭി. എന്നിട്ട് പറയുന്നുണ്ട്, നവ്യെ എന്നെ കള്ളനാക്കാൻ വേണ്ടി ഇവര് ചെയ്യുന്നതാ ഇതെല്ലാം. നീയും കണ്ടതല്ലേ സത്യം പറ എന്ന് പറഞ്ഞ് എന്നെ അടിച്ച് ശരിയാക്കുന്നത്. ഞാൻ പലതവണ പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ ഈ നന്ദു ഞാൻ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ ഈ സെല്ലിലിട്ട് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നവ്യെ. ഞാൻ അവളോട് പറഞ്ഞതാ നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നെ വെറുതെ വിടണമെന്ന്. എല്ലാം ചെയ്തത് ആ ആദർശേട്ടനാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആദർശേട്ടനെ രക്ഷിക്കാൻ വേണ്ടി നന്ദുവും നയനയും ബാക്കി എല്ലാവരും കൂടെ മനഃപൂർവ്വം എന്നെ ടാർഗറ്റ് ചെയ്ത് അകത്താക്കുകയാണ്. നീയെങ്കിലും ഇതൊന്ന് വിശ്വസിക്കുക. എനിക്കൊന്നും അറിയില്ല. നവ്യയാണെങ്കിലും അഭി പറയുന്നതാണ് വിശ്വസിക്കുന്നത്. ദേഷ്യം വന്ന നവ്യ ആകട്ടെ നന്ദുവിന്റെ ക്വാർട്ടേഴ്സിലേക്ക് ചെന്നു. അഭിയെ ഇങ്ങനെ തല്ലിച്ചയച്ചതിനെല്ലാം നന്ദുവിനെ രൂക്ഷമായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട് കേട്ടോ നവ്യ. നിനക്കൊരു മനസാക്ഷി ഇല്ലേടി? എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ അവൻ. നീ നിന്റെ ജോലി സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആദർശേട്ടൻ ചെയ്ത തട്ടിപ്പുകൾക്ക് എന്റെ ഭർത്താവിനെ കൊടുക്കുന്നത് എന്തിനാണ്? നിങ്ങൾ എല്ലാവരും കൂടെ അവനെ പുറത്താക്കാൻ കളിക്കുന്ന നാടകമാണിതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നന്ദു ആണെങ്കിലും ശാന്തമായിട്ട് തന്നെ നവ്യയോട് പറയുന്നുണ്ട്, ചേച്ചി മുത്തശ്ശന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. അവനാണ് പ്രതിയെന്ന് തെളിവുകൾ സഹിതം കണ്ടെത്തി. ഇത് സ്വർണ്ണ തട്ടിപ്പ് മാത്രമല്ല, വേറെയും ഗുരുതരമായ കേസുകളുണ്ട്. ചേച്ചിക്ക് ഇപ്പോഴും അഭിയെ മനസ്സിലായിട്ടില്ല. കോടതിയിൽ വരുമ്പോൾ സത്യം ചേച്ചിക്ക് ബോധ്യമാകും. അഭിക്ക് ഇപ്പൊ നല്ല മാറ്റം ഉണ്ടെന്നും ഞാൻ അവനെ ഇനിയും നേർവഴിയിലേക്ക് കൊണ്ടുവരാമെന്നും അതുകൊണ്ട് തൽക്കാലം ജാമ്യമെങ്കിലും അവനെ അനുവദിക്കണമെന്ന് നവ്യ ആവശ്യപ്പെടുന്നെങ്കിലും അതിനും നന്ദു തയ്യാറാവുന്നില്ല. സോറി ചേച്ചി, അവന് ജാമ്യം കിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ ബന്ധത്തിനൊന്നും ഒരു വിലയുമില്ല. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും എനിക്ക് നിയമം മാത്രമേ ഉള്ളൂ. അതും കൂടെ കേൾക്കുമ്പോഴേക്കും നവ്യ ആകെ തകർന്നു പോവുകയാണ്. എന്നിട്ട് വീണ്ടും നന്ദുവിനെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഓഹോ, എനിക്കെല്ലാം മനസ്സിലായിടി. നിന്റെ ചേച്ചിയും ഭർത്താവും നീയും എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് എന്റെ അഭി ഈ നിലയിലാക്കിയതല്ലേ? എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് നവ്യ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് നേരെ ചെല്ലുന്നത് നന്ദുവിന്റെ വീട്ടിലേക്ക് തന്നെയാണ്. ആ സമയത്ത് നയനയും അവിടെ ഉണ്ടായിരുന്നു. അഭിക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടതിനുള്ള ദേഷ്യം നയനയോടും കാണിക്കുകയാണ് നവ്യ. എല്ലാവർക്കും ഇപ്പൊ സന്തോഷമായല്ലോ. എന്റെ ഭർത്താവിനെ കോടതി കയറ്റാൻ പോവുകയല്ലേ? നിന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി നീ ചെയ്ത പണിയല്ലേ ഇത്? നയനെ, അഭി ചെയ്തത് ചെറിയൊരു മിസ്റ്റേക്കാണ്. പക്ഷെ ആദർശ് വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ടും ഈ വീട്ടിൽ ആർക്കും ഒരു കുഴപ്പമില്ല. പണ്ട് മുതലേ നിങ്ങൾക്ക് ഈ 2 പെൺമക്കളെ മാത്രമേ ഇഷ്ടമുള്ളൂ. എന്റെ ഭർത്താവിനെ ജയിൽ കയറ്റാൻ നിങ്ങൾ ഒത്തു കളിച്ചെന്ന് പറഞ്ഞ് ഗോവിന്ദനെയും കനകയും കൂടെ പ്രതികളാക്കുന്നുണ്ട് നവ്യ. ഗോവിന്ദനും പറയുന്നുണ്ട്, മോളെ അഭി തെറ്റ് ചെയ്തിട്ടാണ് നന്ദു അവനെ അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണപ്പണിക്കാരും മറിച്ചു വിറ്റവനും എല്ലാം അഭിയുടെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. തെളിവുകളെല്ലാം നന്ദുവിന്റെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് വിശ്വസിച്ചത്. എന്നാൽ അത് കേട്ട് നവിക്ക് ഒന്നുകൂടെ ദേഷ്യമാവുകയാണ്. ഓഹോ, അപ്പൊ ആ കള്ളക്കഥകളൊക്കെ നിങ്ങളും കൂടെ വിശ്വസിച്ചല്ലേ? നിങ്ങളും ഇവരുടെ കൂടെ കൂടിയല്ലേ? കൊള്ളാം, ഇനി എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും അനിയത്തിമാരും ഇല്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിലും സങ്കടത്തിലും കരഞ്ഞുകൊണ്ട് നവ്യ വീണ്ടും സെല്ലിലേക്ക് പോയി അഭിയെ കാണുകയാണ്. നന്ദുവിന്റെ മർദ്ദനമേറ്റ അവശനായി സെല്ലിരിക്കുന്ന അഭിയെ കണ്ടപ്പോ നവ്യ തകർന്നു പോവുകയാണ്. അഭി അവളെ കണ്ടതും കൈകൾ പിടിച്ച് കരയാൻ തുടങ്ങി. നവ്യെ, നീ പോയതിനു ശേഷം നിന്റെ അനിയത്തി പറഞ്ഞിട്ട് പോയതാണ് എനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കരുതെന്ന്. ഇന്നീ നേരം വരെ ഒരു തുള്ളി വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇടിച്ചിടിച്ച് എന്റെ ശരീരമെല്ലാം വേദന എടുത്തിട്ട് വയ്യ. ഒരൊറ്റ പെയിൻ കില്ലർ ഞാൻ ചോദിച്ചിട്ട് പോലും അവര് തരുന്നില്ല. എന്റെ സംശയം അവരിടിച്ച് എന്റെ അകത്തുള്ള അവയവങ്ങളൊക്കെ പരവുമാക്കിയെന്ന്. ഒന്ന് ബാത്റൂമിൽ പോകാൻ ചോദിച്ചിട്ട് പോലും സമ്മതിക്കുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തതാണെങ്കിൽ പോലും നിന്റെ ഭർത്താവാണെന്നുള്ള ഒരൊറ്റ പരിഗണനയെങ്കിലും അവള് തരണ്ടേ? അവളൊരു മൃഗത്തോട് പെരുമാറുന്ന പോലെയാണ് എന്നോട് പെരുമാറിയത്. ഇന്നലെ നീ പോയതിനു ശേഷം നിനക്ക് ജാമ്യം വേണോടാ? ഒരിക്കലും തരില്ല. ആദർശിനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്നും പറഞ്ഞ് നന്ദു എന്നെ ബെൽറ്റ് ഊരി വരെ അടിച്ചു. ലാത്തി കൊണ്ടും അടിച്ചു. അവളുടെ ഷൂ ഇട്ട് എന്റെ പുറത്തെല്ലാം ചവിട്ടിച്ചയച്ചു. ആ പാടുകൾ ഇപ്പോഴും ഉണ്ട്. നന്ദുവിനോടുള്ള വെറുപ്പ് പൂട്ടാൻ വേണ്ടി അഭി മനഃപൂർവ്വം കള്ളക്കഥകൾ പറഞ്ഞതാണ്. ഇതെല്ലാം കേട്ട് വിശ്വസിച്ചു പോയ നവ്യ ദേഷ്യം കൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ നേർക്ക് തിരിഞ്ഞു. നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്നും ഇവൻ കൊലപാതകമോ ബലാത്സംഗമോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. സ്വർണം മറിച്ചു വിറ്റതിനാണോ ഇത്രയും വലിയ ശിക്ഷ? ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തില്ലേന്ന് നവ്യ അവരോടെല്ലാം ചോദിച്ചപ്പോ പോലീസുകാർ ശാന്തമായി തന്നെ നവ്യയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. മാഡം, ഞങ്ങൾ രാവിലെ വെള്ളം വേണോന്ന് ചോദിച്ചതാണ്.
അയാൾ തന്നെയാണ് വേണ്ടാന്ന് പറഞ്ഞത്. അബിക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ നവ്യ ആവശ്യപ്പെട്ടപ്പോൾ SI മാഡം പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുത്തോളാമെന്നുള്ള പോലീസുകാരുടെ മറുപടി കേട്ട് നവ്യയുടെ ദേഷ്യം ഒന്നുകൂടെ കൂടുകയാണ്. ഓ വേണ്ട, നിങ്ങളുടെ ഒരു SI മാഡം, ആ SI മാഡം എന്റെ അനിയത്തിയ. അപ്പൊ പോലീസ്, അയ്യോ മാഡം അതറിയാം, പക്ഷെ മാഡം പറയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരങ്ങനെ നിസ്സഹായത പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ നവ്യ തിരിച്ച് അവരോട് പറയും, അപ്പൊ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചത്താലും ഒന്നും ചെയ്യാൻ വയ്യല്ലേ? പട്ടിണിയൊന്നും അല്ലെന്ന് അറിയിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മാഡം തന്നെയാണല്ലോ ഇദ്ദേഹത്തിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തത്. ഉടനെ തന്നെ അബി ഇടപെട്ടെന്നാണോ പറയുകയാണ്, അല്ല നവ്യ അല്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല, നീ എന്റെ വയറിലോട്ട് നോക്ക്. നവ്യയാണെങ്കിലും അബി പറയുന്നതാണ് വിശ്വസിക്കുന്നത് മുഴുവൻ. പോലീസുകാരെ തന്നെ വീണ്ടും കുറ്റം പറയുകയാണ്, നിങ്ങളൊക്കെ മനുഷ്യരല്ലേ, കുറച്ച് ആഹാരം മേടിച്ചു കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും നന്ദുവും അങ്ങോട്ടെത്തി. നന്ദുവിനെ കണ്ടിട്ട് നവ്യ, നീ ഒരു സ്ത്രീയാണോ നന്ദു? സ്നേഹം വേണ്ട, ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണനയെങ്കിലും നിനക്കുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നീ അബിയോട് ചെയ്യുമായിരുന്നു. അബി ഇവിടെ പട്ടിണി കിടക്കുകയല്ലേ? അപ്പൊ നന്ദു ആണെങ്കിലും നവ്യയോട് അറിയിക്കുന്നുണ്ട്, ചേച്ചി ഇന്നലെ രാത്രി ഇവന് ആഹാരം കൊടുത്തതാണ്. ഇന്ന് രാവിലെ ചായ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അവൻ വേണ്ടെന്ന് പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആള് കൊണ്ടുവന്ന് കൊടുത്തോളും. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും നവ്യയുടെ കരി അടങ്ങുന്നില്ല. വേണ്ടടി, നിന്റെ ഒരൊറ്റ ഉപകാരം എനിക്ക് വേണ്ട. അബിയെ പട്ടിണിക്കിട്ട് കൊല്ലാനല്ലേ നീയൊക്കെ കൂടെ നോക്കുന്നത്? അപ്പൊ പിന്നെ ആദർശനാവുമല്ലോ എല്ലാ അധികാരവും. അതൊക്കെയാണല്ലോ നിന്റെയും നിന്റെ ആ ചേച്ചിയുടെയും അച്ഛന്റെയും അമ്മയുടെ ഒക്കെ ഉദ്ദേശം. നവ്യ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് അബി ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണെന്നുള്ള കാര്യം നന്ദുവിന് പിടികിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദു പറയുന്നുണ്ട്, ചേച്ചിയോട് ഇവൻ എന്തൊക്കെയാ പറഞ്ഞു തരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ചേച്ചിക്ക് ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളെല്ലാം മനസ്സിലാവും. ഇവനൊരു പഠിച്ച കള്ളനാണ്. ഇവൻ ആരാണെന്നുള്ള സത്യം ചേച്ചി അറിയാൻ പോകുന്നത് നാളെ കോടതിയിൽ വെച്ചാണ്. ഇതുവരെ ഇവൻ ചേച്ചിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന എല്ലാം കള്ളമാണ്. ഇവന്റെ സ്വഭാവം എന്താണെന്നും ഈ കാണിക്കുന്ന അഭിനയ നാടകം എന്താണെന്നും ചേച്ചി മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. നവ്യ അപ്പോഴും അബിക്ക് കട്ട സപ്പോർട്ടുമായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. മാത്രമല്ല നന്ദുവിനെ വെല്ലുവിളിക്കുന്നുണ്ട്, എന്ത് വില കൊടുത്തും ഈ നാട്ടിലെ ഏറ്റവും വലിയ വക്കീലിനെ തന്നെ ഞാൻ വയ്ക്കും എന്റെ അബിയെ പുറത്തിറക്കാനായിട്ട്. അങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദു ഇത് കേട്ട് ചിരിക്കുന്നുണ്ട്. ചേച്ചി, വക്കീലിന്റെ ഒന്നും ആവശ്യം പോലും ഇല്ല. കാരണം എന്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഏത് വക്കീല് വന്നാലും ഇവനെ ഇനി ഊരിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് കേൾക്കുന്ന നവ്യ, നീ എന്നെ വെല്ലുവിളിക്കുകയാണോ? മനഃപൂർവ്വം അബിയെ അകത്ത് കടത്താൻ തന്നെ നീ തീരുമാനിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി, തെറ്റ് ചെയ്തവര് കുറച്ചു കാലം ശിക്ഷിക്കപ്പെടണം. അത് ന്യായമായ കാര്യമല്ലേ? അവൻ തെറ്റ് ചെയ്തു, അതുകൊണ്ട് അവൻ ജയിലിൽ കിടന്നേ പറ്റൂ. നന്ദു ഒട്ടും വഴങ്ങുന്നില്ലെന്ന് മനസ്സിലാക്കുന്നതും നവ്യ പിന്നെ കരയുകയാണ് നന്ദുവിന്റെ മുന്നിൽ. മനസ്സിലായി മോളെ, മനസ്സിലായി. ഇത്രയും നാളും എന്റെ കുഞ്ഞനിയത്തിയാണെന്നുള്ള സ്നേഹത്താൽ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു. അതിന് നീ ഇങ്ങനെ തന്നെ എന്നോട് പ്രതികാരം ചെയ്യണം. നീ നോക്കിക്കോ, ഞാൻ ഏറ്റവും വലിയ വക്കീലിനെ തന്നെ വെക്കും. എന്നിട്ട് എന്റെ അബിയെ ഞാൻ പുറത്തിറക്കും. ഇങ്ങനെയും പറഞ്ഞ് നന്ദുവിനെതിരെ തിരിഞ്ഞു നിന്ന് ദേഷ്യപ്പെട്ട് നവ്യ ഇറങ്ങിപ്പോവുകയാണ് അവിടെ നിന്ന്. നവ്യ പോയ ശേഷം നന്ദു സെല്ലിലെത്തി അബിയോട് സംസാരിക്കുകയാണ്. നീ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആദർശേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നല്ലേ നീ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നത്? എടാ, നിനക്ക് നാണമുണ്ടോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? നീ ചെയ്തത് എന്താണെന്ന് നിനക്കറിയാമോ? ഇത്രയും നാൾ നിന്നെ എന്റെ കയ്യിൽ കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ ഏതായാലും എന്റെ കൈത്തരിപ്പ് അങ്ങ് മാറിക്കിട്ടി. ഇനി നാളെ കോടതിയിലെങ്ങാനും വെച്ച് ഞാൻ പെരുമാറിയതിനെ കുറിച്ച് നീ പറഞ്ഞേക്കരുത്. പറഞ്ഞാ ഇതിന്റെ ബാക്കിയായിരിക്കും ജയിലിൽ നിന്ന് നിനക്ക് കിട്ടാൻ പോകുന്നത്. നിനക്കെതിരെയുള്ള കേസ് എല്ലാം സ്ട്രോങ് ആണിടാ. പിന്നെ അനഘയുടെ കാര്യം, അത് നാളെ കോടതി കൂടുന്ന സമയത്ത് ഞാൻ വിളിച്ചു പറയും. ഇപ്പൊ നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ചേച്ചി പോലും നിന്നെ കാർക്കിച്ച് തുപ്പും. ഒരു പെൺകുട്ടിയെ കൊല്ലാൻ നോക്കുക, അവളുടെ ജീവിതം നശിപ്പിക്കുക, അതിലൊരു കുഞ്ഞുണ്ടായി അതിനെ നോക്കാതിരിക്കുക, ഇതിനെല്ലാം പുറമെ സ്വർണ്ണക്കടത്തും. അങ്ങനെ നിനക്കെതിരെയുള്ള എല്ലാ കേസും ഞാൻ കുത്തിപ്പൊക്കുവടാ. മിനിമം ഒരു 10 വർഷമെങ്കിലും തടവിൽ കിടക്കാനുള്ള എല്ലാ വകുപ്പും ഞാൻ ഉണ്ടാക്കും. ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് നന്ദു പോയപ്പോ, ഇല്ലടി, ഞാൻ എങ്ങനെയെങ്കിലും പുറത്തു വരും. നവ്യ വക്കീലിനെ വെച്ച് പുറത്ത് കൊണ്ടുവരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. പിന്നെ നടക്കാൻ പോകുന്നത് നിന്റെ ചേച്ചിമാരുടെയും നാശമായിരിക്കും. നിന്നെയും നയനെയും ആദർശനെയും എല്ലാത്തിനെയും ഞാൻ ഇല്ലാതാക്കുവടി. ഇങ്ങനെയാണ് അബി മനസ്സിൽ കലിപ്പോടെ പറയുന്നത്. പിന്നീട് നവ്യ അനന്തപുരിയിലെത്തി കാര്യങ്ങളെല്ലാം ജലജയും ധരിപ്പിക്കുകയാണ്. അബിയെ സെല്ലിലിട്ട് തല്ലിച്ചേച്ചെന്നും ആഹാരം പോലും കൊടുക്കുന്നില്ലെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ ജലജയാണെങ്കിലും ആകെ തകർന്നു പോവുകയാണ്. അപ്പോൾ ആദർശത്തെ നിഷേധിക്കുന്നുണ്ട്. അപ്പച്ചി, ഇതെല്ലാം വെറുതെ പറയുന്നതാണ്. അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ ലഭിക്കാതെ പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് നവ്യ ആദർശന് നേരെ പൊട്ടിത്തെറിക്കുന്നു. താനാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് അലറുന്നു. നിങ്ങൾ ഒറ്റൊരുത്തനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കടത്തും തിരിമറിയും അബിയുടെ തലയിൽ മനഃപൂർവ്വം കെട്ടിവെച്ചതാണ്. എന്റെ അനിയത്തിയും നിങ്ങളും ചേർന്നുള്ള ഗൂഢാലോചനയാണിത്. എന്റെ അബി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നവ്യ. ഏതായാലും എല്ലാത്തിനും ഒരു ക്ലൈമാക്സ് എന്നോണം കോടതി ദിവസം എത്തി. നവ്യ വക്കീലിനോടൊപ്പം ആകെ ടെൻഷൻ അടിച്ചിരിപ്പുണ്ട്. എല്ലാവരും അവിടെ തന്നെയുണ്ട്. സ്വർണ്ണ തട്ടിപ്പ് കേസിനെതിരെ നവ്യയുടെ വക്കീല് വാദിച്ച് തകർക്കുന്ന നേരത്താണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. നന്ദു പെട്ടെന്ന് അനഘയെ സാക്ഷിയായി വിളിക്കുന്നത്. അനഘ വന്ന് അങ്ങനെ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. ഇവൻ എന്നെ ചതിച്ചെന്നും ഗർഭിണിയാക്കിയെന്നും
എന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കിയെന്നും എന്നെ മാത്രമല്ല എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയെന്നും എല്ലാം അനഘ തുറന്നു പറയുകയാണ് കോടതിയിൽ വെച്ച്. കള്ളമാണിതെല്ലാം എന്ന് പറഞ്ഞ് നവ്യ അലറിയപ്പോൾ നന്ദു അടുത്ത ബോംബിട്ടു. സർ, DNA റിപ്പോർട്ട് ചെയ്ത ഈ കുഞ്ഞിന്റെ അച്ഛൻ പ്രതിയായ അഭിയാണ്. സ്വർണ്ണത്തട്ടിപ്പ് മാത്രമല്ല, കൊലപാതക ശ്രമം, വഞ്ചന എന്നിവയും ഇവൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ഇതുവരെ ചേച്ചിയിൽ നിന്നും മറച്ചു വെച്ച സത്യം. ഇത് കേട്ട് വിശ്വസിക്കാനാവാതെ നവ്യ ശരിക്കും തകർന്ന് തരിപ്പണമായി തലയിൽ കൈവച്ച് നിലവിളിച്ചു പോയി. അഭിക്ക് കഠിന തടവ് ശിക്ഷ വാങ്ങിക്കൊടുത്ത നന്ദു നീതി നടപ്പിലാക്കുകയും ചെയ്തു. ആകെ തകർന്നു പോയ നവ്യയെ മുത്തശ്ശൻ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോള് ഞങ്ങളെ വിശ്വസിക്കാതെ പോയതിന്റെ വിലയാണിതെന്ന്. എന്നാൽ നവ്യയാകട്ടെ കുറ്റബോധത്തോടെ ചതിയനായ ഭർത്താവിന് വേണ്ടി സ്വന്തം കുടുംബത്തെ വരെ തള്ളിപ്പറഞ്ഞല്ലോ എന്നൊരു ദുഃഖം നവ്യയെ വേട്ടയാടുകയാണ്.